കൂട്ടുകാരുണ്ടായിരുന്നു. ഒന്നാമത്തെയാൾ ധനം, രണ്ടാമത്തെയാൾ ജ്ഞാനം, മൂന്നാമത്തെയാൾ വിശ്വാസം. ഇവർ മൂന്നുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കൽ ഒരു പ്രത്യേക കാരണത്താൽ ഇവർ മൂവരും പിരിയാൻ തീരുമാനിച്ചു. പിരിയുന്നതിന് മുന്നേ ഇവർ തമ്മിൽ സംസാരിച്ചു. ഇനി നമ്മൾ എവിടെ വെച്ചാണ് കാണുക? ധനം പറഞ്ഞു, ഞാൻ ധനികരുടെ അടുത്തുണ്ടാകും, പണത്തിന് മധ്യേ ഞാൻ ഉണ്ടാകും. ജ്ഞാനം പറഞ്ഞു, ഞാൻ ലൈബ്രറികളിലും ഞാൻ പഠനയിടങ്ങളിലും പുസ്തകങ്ങളിലുമൊക്കെ എന്നെ കാണാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ മൂന്നാമനായ വിശ്വാസം ഒന്നും തന്നെ പറയുകയുണ്ടായില്ല. അല്പസമയത്തിന് ശേഷം വിശ്വാസം മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുകയില്ല. ഈ ചെറിയ കഥയിൽ വലിയൊരു പാഠമുണ്ട്. ധനവും ജ്ഞാനവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും നേടിയെടുക്കാൻ സാധിക്കും. വിശ്വാസം നഷ്ടപ്പെട്ടാലോ പിന്നെ ഒരിക്കലും അത് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. കൊണ്ട് വളരുന്നതാണ് വിശ്വാസം, അല്ലേ? വരാനോ നിമിഷ നേരം മാത്രം മതിയാകും. നിർമ്മാണം സാധ്യമായെന്ന് വരില്ല. പഴയ വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിച്ചാലോ പൊട്ടിയ കണ്ണാടി ചില്ലുകൾ ചേർത്ത് വെക്കുന്നത് പോലെ ആയിരിക്കും. ഒരു ഭംഗിയും ഉണ്ടായിരിക്കത്തില്ല ആ ബന്ധത്തിന്. സുഹൃത്തുക്കളെ, ഈ ഒരു സന്ദർഭവുമായി നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ബന്ധത്തിലായിക്കോട്ടെ, കുടുംബജീവിതത്തിലായിക്കോട്ടെ, ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം വിശ്വാസമാണ്. അത് തകരാതെ നോക്കുക. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ.